इंडिया कभी भी पाकिस्तान पे हमला नहीं कर सकता, कभी भी हमला नहीं कर सकता, और ना दूसरे मुल्क इंडिया को हमला करने देंगे। ये जितनी खबरें आ रही है जी, रशिया ने भी कह दिया जी हमला कर दो, फलां मुल्क ने भी कह दिया। भजन आधी से ज्यादा जो दुनिया है ना उनका हमने कर्जा देना है, पैसे देने हैं, और जो दुनिया वाले ना वो कभी भी पाकिस्तान को तबाह नहीं करेंगे, नहीं तो उनके पैसे मारे जाएंगे। इस करके चिल करो, एंजॉय करो, टेंशन ना लो, कोई जंक्शन नहीं होनी, कोई हमला नहीं होना, आराम से सो जाओ और मजे करो, दैट्स इट। നോക്കി എന്ത് കൂളായിട്ടാണ് പുള്ളി സ്വന്തം രാജ്യത്തെ ട്രോളുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യ എന്തായാലും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല, 100% ഉറപ്പാണ്. വേറൊരു രാജ്യവും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യയെ സമ്മതിക്കില്ലെന്നാണ് ഇയാൾ പറയുന്നത്. അതിന് പറയുന്ന റീസൺ എന്തുവാ? നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും കടം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കതൊക്കെ നമ്മൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് ആ ഒരു പൈസ കിട്ടുന്നവരെ നമ്മളെ ആ രാജ്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഇയാൾ പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ടെൻഷൻ വേണ്ട, എല്ലാവരും അടിച്ച് പൊളിച്ച് തിന്ന് കുടിച്ചങ്ങ് എൻജോയ് ചെയ്യാനാണ് പറയുന്നത്. ഇത് അവരുടെ വശമാണ്. ഇനി നമ്മുടെ വശം കൂടെ പറയാം. നമുക്കിവിടെ ഒരു ടോക്കുണ്ട്, എന്തുകൊണ്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യാൻ മടിക്കുന്നു. അതിലൊന്ന് ഇമ്പോർട്ടൻ്റ്, അതായത് കളിയാക്കി പറയുന്നതാണ്. ഇനി എങ്ങാനും പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത് നമ്മൾ അറിയാം, നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വലിയ കാര്യമല്ലെന്നറിയാം. പക്ഷേ നമ്മളിവരെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കടഭാരം മുഴുവൻ നമ്മൾ വഹിക്കേണ്ടി വരുമല്ലോ, അത് ഇന്ത്യയുടെ തലയിലാകുമല്ലോ. അതുകൊണ്ടാണ് അറ്റാക്ക് ചെയ്യാതെ ഇങ്ങനെ മാറ്റി നിർത്തിയേക്കുന്നതെന്നും പറയുന്നു. ഇതൊരു കോമഡി. അടുത്തുകാർക്കും ടെൻഷനാണ്, ഇവിടെയും ടെൻഷനാണ്. യുദ്ധം ഉണ്ടാകുമോ ഇല്ലേ, എങ്ങനെയാണ് ഇതിനുള്ള കാര്യങ്ങൾ? നമ്മൾ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഏകദേശം നടത്തിലാക്കി കഴിഞ്ഞു. അവരുടെ ആളുകളാണ് ഇപ്പം എല്ലാവരോടും പോയി എല്ലാ രാജ്യങ്ങളിലും പോയി കാല് പിടിക്കുക, ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇന്ത്യ എന്തായാലും ഞങ്ങളെ തിരിച്ചടിക്കും, അപ്പോൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാല് പിടിച്ച് നടക്കുക. ഇതിപ്പോൾ അവർ ഇതിപ്പോഴല്ല ചിന്തിക്കേണ്ടിയിരുന്നത്. അവർ ഈ ടെറർ അറ്റാക്ക് പ്ലാൻ ചെയ്ത സമയത്ത് അവർ ചിന്തിക്കണമായിരുന്നു. ഇത് ഇന്നലെയും തുടങ്ങിയ കാര്യമില്ല. എത്ര നാളുകൊണ്ട് നമ്മളവരുമായിട്ടൊരു നല്ല രീതിയിൽ പോകണമെന്ന് വളരെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. അതിന് ഒത്തിരി ശ്രമങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെയുള്ള തിരിച്ചടികളെ നമുക്കുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നിർത്തി. സോഷ്യൽ മീഡിയ ആണെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ വാട്ടർ, പിന്നെ അവരുമായിട്ടുള്ള ട്രേഡ്, ഇമ്പോർട്ട്സും ഇല്ല എക്സ്പോർട്ട്സും ഇല്ല. നമ്മുടെ ഷിപ്സൊന്നും അവരുടെ പോർട്ടിലും പോകുന്നില്ല, അവരുടെ ഒന്നും ഇങ്ങോട്ടും വരുന്നില്ല. എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ IMF, വേൾഡ് ബാങ്ക് ഇവരോടൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇവർക്കുള്ള ഫണ്ടിങ് നിർത്തണമെന്ന്. കാരണം അതിൻ്റെ ഒരു മെജോറിറ്റി പോർഷൻ അവരിങ്ങനെ ടെററിസ്റ്റിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് പാകിസ്ഥാനികൾ. അപ്പോൾ അതിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം.